രക്ഷപ്പെട്ടു. ഒരുത്തനെയും കാണുന്നില്ല. ഇനി സൗകര്യമായിട്ട് പാടാം. പാറു പാറു ഇന്ത്യ, പാകിസ്ഥാൻ. അയ്യോ, അതിർത്തിയായല്ലോ. പാറു പാറു പാറു, അയ്യോ വെടിവെക്കല്ലേ, ഞാൻ നുഴഞ്ഞേറ്റക്കാരനല്ലേ. ഒരാളെ തിരക്കി വന്നാലോ, നിർത്തി വെടിവെക്കല്ലേ. അയ്യോ ഞാൻ നുഴഞ്ഞേറ്റക്കാരനല്ലേ. അയ്യോ വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ. അയ്യോ ഞാൻ നുഴഞ്ഞേറ്റക്കാരനല്ലേ, ആളെ തിരക്കി വന്നാണ്. അയ്യോ ഐ സറണ്ടർ, ഐ സറണ്ടർ. എന്തു പറ്റി? നീ എവിടെ ആയിരുന്നു? പാകിസ്ഥാൻ. പാകിസ്ഥാൻ. പാകിസ്ഥാനിലോ? അളിനെന്തിനാ അവിടെ പോയത്? ഒരാളെ തിരക്കി പോയതാ. ഓ, നിന്റെ പാറൂനെ ആയിരിക്കും. എന്നിട്ട് അളിന് അവന്മാർ എന്ത് ചെയ്ത്? വെടിവെച്ച്. പാതിരാക്കി വെടിവെക്കാൻ അവൻ പാകിസ്ഥാനിൽ പോയിരിക്കുന്നു. പാടെ കിടന്നുറങ്ങാം. വാ, മെനക്കെടുക്കാം ഓരോ അവന്മാർ രാത്രി. ഒരു താക്കോലെടുത്ത് അവന്റെ കൈ പിടിപ്പിക്കും. അളിയാ, ഞാൻ എന്റെ പാറുവിനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. പാടത്തെ? വേണ്ട. ശരി, കേട്ടോ. ദേവി പാർവതി എന്റെ ശ്രീകോവിലിൽ പൂജയ്ക്ക് പൂക്കളുമായി വന്നു. ചാരു മന്ദസ്മേര കാന്തിയും തൂകി എൻ ചാരത്തു നീ വന്നു നിന്നു. ഒരു ചാരിത്ര്യ ശൂന്യയായി നിന്നു. ദേവതയാണടാ അവൾ, ദേവത. കുന്തമാണ്, കുന്തം. Halt! Both of you get up. Anthony and Govan. Come here. Others can relax. Give me that paper. Paper? What paper, sir? Come on. ആരാടോ ഈ പാർവതി? ഇതെന്താ കവിയരങ്ങാണോ? ഒരു കാര്യം ചെയ്യ്. ഡെവലപ്പ് റൗണ്ട് ദ സ്ക്വാഡ്. Lift your rifle up. അവന്റെ ഒരു ഒടുക്കത്തെ കവിത നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്കൊക്കെ ഇതിലും വലിയ ഭാര വരും. ചിരിക്കല്ലേ. ഈ കഴിവ് കാരണം എനിക്കും പണിഷ്മെന്റ് കിട്ടി. അകലെ അകലെ നീലാകാശം. ഇക്രൂന് പാട്ടും വരുമോ? പിന്നെ ദയവ് ചെയ്ത് പാടരുത്. എന്തിനായി ഹാപ്പിനെസ് കളയുന്നത്? മൂഡ് പോവും. അതായത് ഹൃദയത്തിൽ സംഗീതം നിറഞ്ഞു തുളുമ്പുകയാണ്. ഇടയ്ക്കെങ്കിലും അതിനൊരു ബേസ്റ്റ് ഔട്ട് വേണ്ടേ? ഈ പ്രഷർ കുക്കറിൽ ആവി വന്ന് നിറയുമ്പോൾ പുറത്തേക്ക് പോകുന്ന കണ്ടിട്ടില്ലേ? ഷൂന്ന് രണ്ടേ രണ്ട് വരിയ പാടും. ഓക്കെ? അകലേ
അകലേ അതെ ക്ലൈമറ്റ് ശരിയല്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്യാം അല്ലേ? അകലേ അകലേ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അകലേ അകലേ. എന്റെ പൊന്നളിയാ, പാടി കൊളവാക്കാതെ. നീ എന്നെ അവമാനിക്കാണല്ലേ? ശരി, ടിറ്റ് ഫോർ ടാറ്റ്. ഞാൻ ഇപ്പൊ പറയും. എന്തോന്ന് പറയും? നിന്റെ സോഫ്റ്റ് കോർണറിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറയും. പറഞ്ഞോ, പറയും. പറയടാ. ആഹാ, പറയട്ടാ. പറയടാ. ഈ കോവാലുണ്ടല്ലോ, ഗോപൻ. ഈ കോവാലിന് കോവാലൻ അതായത് നമ്മുടെ കോവാലിന് പറയൂ നീ. ഗോപാലിന് പ്രഭയോട് പ്രേമം പ്രേമം പ്രേമം. എന്റെ മുറപ്പെണ്ണായിരുന്നു സാവിത്രി, അമ്മാവന്റെ മകൾ. ആ മലയ്ക്കപ്പുറത്തായിരുന്നു ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. അവിടെയായിരുന്നു ഹണിമൂൺ. ലേക്കിന്റെ ആ ഭാഗത്ത് വീണായിരുന്നു അവൾ മരിച്ചത്. കൂടെ ജാനും ഉണ്ടായിരുന്നു, നാഷണൽ അവാർഡ് നേടിയ സ്വിമ്മർ. പക്ഷേ എനിക്കവിടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പണിഷ്മെന്റിന്റെ പേര് പറഞ്ഞ് അവരെന്നെ ഇവിടെ നിന്ന് ഓടിച്ചില്ലേ? പക്ഷേ എനിക്കിവിടം വിട്ട് പോകാനാവില്ല, ഈ കാശ്മീർ വിട്ട് പോകാനാവില്ല. എത്ര ബുദ്ധിമുട്ടിയാണെന്നോ ഞാനിവിടെ തിരിച്ചു വന്നത്. അടുത്ത പണിഷ്മെന്റ് ഉടനെ ഉണ്ടാവും, പക്ഷെ ഞാൻ പോവില്ല, ജോലി രാജിവെക്കും. ആ, രാധ എവിടെ പോയിട്ട് വരുന്നു? പുറത്തിറങ്ങാൻ ഒരു കാരണം വേണ്ടേ? കുറച്ച് പച്ചക്കറി, ഫ്രൂട്ട്സ്. എന്തേ കുറച്ച് ദിവസമായി അങ്ങോട്ട് കണ്ടില്ല? വേണ്ട, അതിന് വേണ്ട. ഈ കസ്റ്റമർ നിനക്കൊരു നഷ്ടക്കച്ചവടമാണ്. അല്ല, എനിക്ക് ഇതുവരെ ഒരു കസ്റ്റമറേ ഉള്ളൂ. പാക്കറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് അറിയാം. ചെക്ക് പോസ്റ്റ് കടത്തി വിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ബോർഡർ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്കാ. ശരി കുമാർ, ബോർഡറിൽ ഞാൻ പാർട്ടിയുമായി വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. ഇതാ. എന്താ ഈ സാധനം? പേര് പലതുണ്ട്. നമ്മൾ ഇതെങ്ങനെ ചെക്ക് പോസ്റ്റ് കടത്തി വിടും? അതിനൊക്കെ വഴിയുണ്ടോ. നായർ സാഹിബിന്റെ അരുമ ശിഷ്യന്മാർ റേനീസ് പിള്ളർ അവര് ചെയ്യും. ചെയ്യിക്കാം. താൻ വാ. സാർ, വരണം വരണം. എന്താ ഇത്ര ലേറ്റ് ആയത്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ നായർ സാഹിബിനെ പേടിച്ച് വന്നില്ല. എന്റെ കുമാർ സാറേ, ഈ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കാശ്മീരിൽ ഞങ്ങൾ ചുറ്റാത്ത വഴിയില്ല. ഇപ്പോ ഇങ്ങോട്ട് വരാനുള്ള വഴി മനസ്സിലായല്ലോ. ആ, ഇപ്പൊ വഴി മനസ്സിലായി. പിന്നെ ഇത് കാശ്മീരാണ്, തണുപ്പാണ്. ബോർഡടിക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാം. ഈ പൂരവും കാണാം, 2 സ്മോളും അടിക്കാം. ഇവിടെ ഇതൊക്കെ ഉള്ളൊരു ആശ്വാസം. ആ, ലിക്കർ ഞങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് ഉണ്ട്. റമ്മല്ലേ? ഞങ്ങളും വാങ്ങാറുണ്ട്, കുതിരയ്ക്ക് കൊടുക്കാൻ. മനുഷ്യന് കഴിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ ഇന്ത്യൻ ഡ്രിങ്കും ഇല്ല. കഴിക്കണമെങ്കിൽ ഇവനെ തന്നെ കഴിക്കണം. ഫോറിൻ അല്ലേ ദേവയ്യ? അതെ അതെ. ആ, ഒഴിക്കേ.